ദൈവത്തിന് മഹത്വം. ഏവർക്കും സ്വാഗതം. പുതുവർഷ ആഘോഷത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം എന്ത് പറയുന്നുവെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ജാനുവരി മാസം 1-ാം തീയതിയാണ് നമ്മുടെ വർഷപ്പിറപ്പ് അല്ലെങ്കിൽ പുതുവർഷം, ന്യൂ ഇയർ ആയിട്ട് ആചരിക്കുന്നത്. അത് അറിയപ്പെടുന്ന ക്രിസ്ത്യൻ ഇറ എന്നാണ്. ശരിക്കും സത്യത്തിൽ അങ്ങനെയാണോ എന്നൊന്ന് നോക്കാം. ഈ ജാനുവരി എന്ന് പറയുമ്പോൾ അത് ജനസ് ദേവൻ്റെ സ്മരണാർത്ഥമുള്ള ഒരു മാസമാണ്. അതിൻ്റെ പേരിലുള്ള ജനസ് ദേവൻ്റെ ജാനുവരി, ഫെബ്രുവരി ഫിബസ് ദേവിയുടെ സ്മരണാർത്ഥം, മാർച്ച് ദേവൻ്റെ, അങ്ങനെ റോമ ദേവന്മാരുടെയും പിന്നീട് റോമ ചക്രവർത്തിമാരുടെയും പേരുകളിലാണ് ഈ മാസങ്ങളെല്ലാം തീരുമാനിക്കപ്പെട്ടത്. അപ്പോൾ നാം അറിയാതെ തന്നെ മറ്റൊരു ദേവൻ്റെ ദിവസത്തെ നമ്മുടെ ക്രിസ്ത്യൻ ഇറ എന്നുള്ള ഒരു പേരിൽ പുതുവർഷമായി നമ്മൾ ആഘോഷിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ചാൽ സീനായ് പർവ്വതത്തിൽ വെച്ച് ദൈവം തൻ്റെ മക്കൾക്ക് കൽപ്പന കൊടുക്കുമ്പോൾ 10 കൽപ്പനയുടെ ആരംഭമായി ആദ്യ കൽപ്പനയായി കൊടുക്കുന്നത് ഞാൻ അല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. ഇവിടെ നാം അറിയാതെ തന്നെ മറ്റൊരു ദേവൻ്റെ ദിവസം ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ദേവന് കീഴ്പ്പെട്ടു, അതിനെ ശരണം പ്രാപിച്ചു. അതുപോലെ അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കുന്നു. അന്യദൈവങ്ങളുടെ നാമം കീർത്തിക്കരുത്, അത് നിൻ്റെ വായിൽ നിന്ന് കേൾക്കുകയും. അങ്ങനെ വളരെ സ്ട്രിക്റ്റായ നിർദ്ദേശങ്ങളാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം തൻ്റെ മക്കൾക്ക് നൽകിയിട്ടുള്ളത്. പക്ഷേ ഇതിനെല്ലാം കടത്തിവെട്ടാൻ തന്ത്രപൂർവം ഇതുപോലത്തെ ചില പദ്ധതികൾ ശത്രുവായവൻ നമുക്ക് മുമ്പേ കെണിയൊരുക്കും. പല കെണികളും നാം തിരിച്ചറിയുന്നില്ല. എന്നാൽ നമുക്ക് പുതുവർഷം ആഘോഷിക്കണമെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം അതിനു വേണ്ടി നമുക്ക് വഴി തുറന്നു തന്നിട്ടുണ്ട്, വ്യക്തമായി തന്നിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 12:2 നോക്കിയാൽ ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ 1-ാം മാസമായിരിക്കണം. വ്യക്തമായി തന്നു. പുതുവർഷം ആഘോഷിക്കേണ്ടവർക്ക് ഈ ജനസ് ദേവൻ്റെ മാസം ആഘോഷിക്കേണ്ട കാര്യമില്ല. ഇനി അതിൻ്റെ 12:14 ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കണം. നിങ്ങളത് യഹോവയ്ക്ക് ഉത്സവമായി ആചരിക്കണം. തലമുറയായും നിത്യ നിയമമായും നിങ്ങളത് ആചരിക്കണം. ഇനി ആവർത്തനം 16:1 വരുമ്പോൾ ആബീബ് മാസം ആചരിച്ച് നിൻ്റെ ദൈവമായ യഹോവയ്ക്ക് പെസഹ കൊണ്ടാടണം. അത് തന്നെയാണ് നമ്മൾ പെസഹ കൊണ്ടാടുന്നുണ്ട്, പെസഹ ആചരിക്കുന്നുണ്ട്. പക്ഷേ പുതുവർഷം നമ്മൾ ജനസ് ദേവന് കൊടുത്തു. ഇത് തന്നെയാണ് അപ്പോസ്തലൻ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 4:10 എഴുതുന്നു, നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്ന് ഞാൻ ഭയപ്പെടുന്നു. നമ്മൾ തന്നെ അറിയാതെ മറ്റ് ശക്തികൾക്ക് കീഴ്പ്പെടുന്ന ഒരവസ്ഥ, നമ്മുടെ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ നന്മ അല്ലെങ്കിൽ ആ അനുഭവം അനുഭവിക്കാതെ നമ്മൾ മറ്റ് ശക്തികൾക്ക് കീഴ്പ്പെടുന്നതായ ഒരവസ്ഥ നമ്മളറിയാതെ ഇതിൻ്റെ വന്നുപെടുന്നു. ഇതെല്ലാം നമുക്ക് വലിയ കെണിയാണ്. നമ്മൾ നിസ്സാരമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. ദൈവം ഏറ്റവും വെറുക്കുന്ന ചില പ്രവൃത്തികൾ നമ്മളറിയാതെ നമ്മിൽ കൂടെ സാത്താൻ ഒപ്പിച്ചെടുക്കുന്നതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണിത്. എന്നാൽ നമ്മൾ ആചരിക്കാതിരുന്നാൽ പ്രശ്നമില്ല. ഇവിടെ അപ്പോസ്തലൻ പറഞ്ഞതുപോലെ നമുക്ക് ആഘോഷിക്കാൻ സാധിച്ചില്ലെങ്കിൽ വിടുക. അന്യ ഒരു ദേവൻ്റെ ദിവസത്തെ നമ്മൾ ആചരിച്ച് നമ്മൾ കിളിയിൽ വീഴുന്നതിനേക്കാളും നമ്മൾ ആഘോഷിക്കാതിരിക്കുക. അല്ലെങ്കിൽ ദൈവം നമുക്ക് തന്ന ദിവസത്തെ ആചരിക്കുക. അത് ദൈവമായിട്ട് തന്നെ നമുക്ക് തന്നിട്ടുണ്ടൊരു ദിവസം. ഒന്നുകിൽ അത് ആചരിക്കുക, അല്ലെങ്കിൽ അത് ഒഴിവാക്കുക. ഇത് രണ്ടും നമുക്ക് സാധിച്ചില്ല, നമ്മൾ കെണിയിൽപ്പെട്ടത് തന്നെ.